നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കണ്ണിന്റെ മങ്ങലകറ്റി കാഴ്ചശക്തി കൂട്ടാൻ സഹായകരമാകുന്ന വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഉപയോഗിച്ചു പോരുന്ന ഒരു കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല മറ്റൊരു ആയുർവേദ മെഡിസിൻ കൂടിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കണ്ണിന്റെ പുറമേ ഉറ്റിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ മെഡിസിനാണ്. ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ യൂസസ് എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കണ്ണിന്റെ മങ്ങൽ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ വരുന്നൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കണ്ണടകൾ ഉപയോഗിക്കുന്നതിന്റെ എണ്ണവും വർദ്ധിച്ചു വരുന്നതാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. ഒരുപാട് നമ്മൾ സ്ക്രീൻ സ്പേസ് കൂടുന്നതനുസരിച്ച് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ കുട്ടികൾക്ക് വരെ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ്സസുകളും അതുപോലെ അവരുടെ ഹോംവർക്സും ഒക്കെ തന്നെ ചിലപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു കമ്പ്യൂട്ടറിലൂടെയോ അല്ലെങ്കിൽ ഫോണുകളിലൂടെ ആയിരിക്കും. ഇതിന്റെ ഉപയോഗം മൂലം കുട്ടികൾക്കും നേരത്തെ തന്നെ ഈ മങ്ങൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെയാണ് വരുന്ന ആൾക്കാരിലും ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫോണിന്റെ സ്ക്രീൻ സ്പേസ് അമിതമായിട്ട് കൂടുന്നതിനോടൊപ്പം തന്നെ കണ്ണിന്റെ മങ്ങലിന്റെ പ്രശ്നങ്ങളും ഒരുപോലെ വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സിസ്റ്റം യൂസ് ചെയ്തിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നവരാണ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായകരമാകുന്ന കൂട്ടാണ് ഇത്. സ്ഥിരമായി നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പവർ അമിതമാവാതിരിക്കാനും അതുപോലെ തന്നെ മങ്ങലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കുറഞ്ഞു വരുന്നതും മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ കൂട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റമിൻസുകളും മിനറൽസുകളുമാണ്. പ്രധാനമായിട്ടും വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, സിങ്ക് മുതലായിട്ടുള്ളവ അല്ലെങ്കിൽ കാൽസ്യം മുതലായിട്ടുള്ളവ ഒക്കെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിന്റെ ആരോഗ്യം മാത്രമായിട്ടുള്ളതല്ല. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ അയൺ ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, കാൽസ്യം കുറവ് നികത്താൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല വിറ്റമിൻസുകളുടെയും മിനറൽസുകളുടെയും കുറവ് മാറ്റാൻ വേണ്ടിയിട്ടും ഈ കൂട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യം സൂര്യകാന്തിയുടെ വിത്താണ് വരുന്നത്. വിറ്റമിൻ ഇ ഇതിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മസ്കുലർ പ്രശ്നങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ AMD ഡിസീസസ് കണ്ടീഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകും. അതുപോലെ ഇത് നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന സെൽസിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് എടുക്കേണ്ട അല്ലെങ്കിൽ സൂര്യകാന്തിയുടെ വിത്ത് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 100 ഗ്രാമാണ് എടുക്കേണ്ടത്. 2 മത്തന്റെ കുരുവാണ്. മത്തന്റെ കുരുവിൽ സിങ്ക് സമൃദ്ധമായിട്ടുണ്ട്. സിങ്ക് എന്ന് പറയുന്നത് വിറ്റമിൻ എനെ റെറ്റിനയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു പ്രധാന മിനറലാണ്. അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് സിങ്ക് ആണ്. സിങ്ക് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഈ ഒരു മത്തന്റെ കുരുവിലാണ്. ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 50 ഗ്രാമാണ് എടുക്കേണ്ടത്. മൂന്നാമത്തത് എള്ളാണ്. അപ്പൊ എള്ള് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. കറുത്ത എള്ളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിട്ടുള്ള എള്ളാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് പൊതുവേ നമ്മൾ അയൺ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന കണ്ടന്റ് ആയിരിക്കും അറിയുന്നുണ്ടാവുന്നത്. എന്നാൽ ഇതിൽ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ omega-6 ഫാറ്റി ആസിഡും കൂടിയിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവ രണ്ടും തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇപ്പൊ എള്ളെടുക്കേണ്ട അളവെന്ന് പറയുന്നത് 100 ഗ്രാമാണ്. നാലാമത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തില് വിറ്റമിൻ എ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടെ തന്നെ ഇത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെയും അതുപോലെ തന്നെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള മസിൽസുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാവുന്നതാണ്. ഇത് വളരെ പുരാതന കാലം തൊട്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ഐസൈറ്റിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമായിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. ഇത് നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 100 ഗ്രാമാണ് ഇത് എടുക്കേണ്ടത്. 5 ബദാമാണ്. ബദാമിൽ വിറ്റമിൻ ഇ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കണ്ണിന്റെ മങ്ങലിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ബദാം എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 50 ഗ്രാമാണ്. 6 കൽക്കണ്ടമാണ് വരുന്നത്. അപ്പോൾ കൽക്കണ്ടം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കൂളിംഗ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ടും കൂടെ തന്നെ ഐസൈറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മങ്ങലിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കൽക്കണ്ടം എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഏകദേശം 70 ഗ്രാമോളമാണ് കൽക്കണ്ടം എടുക്കേണ്ടത്. ഇനി നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ള കൽക്കണ്ടം ഒഴിച്ച് ബാക്കി പറഞ്ഞിട്ടുള്ളവ എല്ലാം തന്നെ ഒരു പാനിലിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അത് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. വറുത്തിട്ട് അത് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഓരോന്നും നമ്മൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരിച്ചെടുത്ത് ഫൈൻ പൗഡർ ആക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കൽക്കണ്ടവും ചെറിയ പീസ്
നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ദിവസവും രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ ചെറു ചൂട് പാലിലോ മിക്സ് ചെയ്തിട്ട് 1 സ്പൂൺ അളവായിട്ടുള്ള പൊടി ഇതിനകത്ത് നിന്ന് എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് പാലിലോ ചെറു ചൂട് വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ കഴിയുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് പോരേണ്ടതാണ്. 1 ദിവസം 2 ദിവസം ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഇത് നിങ്ങൾ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഇത് കണ്ണുകളുടെ മങ്ങൽ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിറ്റമിൻസുകളുടെയോ മിനറൽസുകളുടെയോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവ കഴിക്കുന്നതിലൂടെ ഇത് മാറ്റാൻ ഏറെ ഗുണകരമാകും. കൂടെ നമുക്ക് ശരീരവേദന, എല്ലിൻ്റെ പ്രശ്നങ്ങൾ, കാൽസ്യം കുറവായിട്ട് വരിക, രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക, ഇവർക്കൊക്കെ കഴിക്കാൻ ഏറ്റവും ഗുണകരമാണ്. ഇത് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തൊട്ട് 1.25 സ്പൂൺ വരെയാണ് അളവെടുക്കേണ്ടത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അതും കുട്ടികൾക്ക് പാലിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണകരം. പ്രത്യേകിച്ച് നമുക്ക് ഫസ്റ്റ് ഐസൈറ്റ് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള മങ്ങൽ പ്രശ്നങ്ങളുണ്ട്. 6 മാസത്തേക്ക് നിങ്ങൾ സ്പെക്സ് വെക്കാനൊക്കെ സജസ്റ്റ് ചെയ്യുന്നവർക്ക് അവർ സ്പെക്സ് വെക്കുന്നതിനോടൊപ്പം തന്നെ ഇത് കഴിക്കാനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആദ്യം തുടക്കത്തിൽ ഉണ്ടാകുന്ന മങ്ങലിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് കുട്ടികൾക്കും ഇത് കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇത് ഏകദേശം 2 അല്ലെങ്കിൽ 3 മാസത്തോളം കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം 1 മാസം ഗ്യാപ്പ് കൊടുക്കുക. നമ്മളത് കഴിക്കാതിരിക്കുക. വീണ്ടും ഇത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. ഓരോ തവണയും നമ്മൾ 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിക്കുന്നതാണ് ഗുണകരം. കാരണം അത് നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപാട് നാളത്തേക്കുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വറക്കുന്ന സമയത്ത് വെള്ളമൊന്നും തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ പൂപ്പലോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ അടച്ചു സൂക്ഷിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് കണ്ണിൽ ഒഴിക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ മെഡിസിൻ ആണ്. ഇളനീർ കുഴമ്പാണ് വരുന്നത്. നമുക്ക് കണ്ണിന് ചൊറിച്ചിലിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ മൂലം ഉണ്ടാവുന്ന പൊടി അമിതമായിട്ട് വരിക, ഭയങ്കരമായിട്ട് ചൊറിച്ചിലോ, കണ്ണിൽ പെട്ടെന്ന് റെഡ്നെസ് അമിതമായിട്ട്, ചുമപ്പ് നിറം അമിതമായിട്ട് വരിക, ഇറിറ്റേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, കണ്ണ് മങ്ങലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിലും അതുപോലെ തുടക്കത്തിൽ ഉണ്ടാവുന്ന തിമിരത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് നമ്മൾ ദിവസത്തിൽ 1 നേരം അല്ലെങ്കിൽ 1 പ്രാവശ്യം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. 2 3 ദിവസം കൂടുന്തോറും നമുക്കത് ചെയ്താൽ മതി. ഇളനീർ കുഴമ്പിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. മരമഞ്ഞൾ, അതുപോലെ ഇരട്ടി മധുരം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കണ്ണിന് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു നീറ്റിൽ വന്നേക്കാം. എന്നാൽ ഇത് കണ്ണ് തിരുമുകയോ ആ സമയത്ത് കണ്ണ് തിരുമുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ കണ്ണീര് കൊണ്ട് തന്നെ അത് ഫുൾ ക്ലിയർ ആയിട്ട് വരേണ്ടതാണ്. അപ്പം നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ അമിതമായിട്ട് സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നവരാണ്, ഭയങ്കരമായിട്ട് കണ്ണിന് സ്ട്രെയിൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. എന്നാൽ പലർക്കും ഇതിൻ്റെ നീറ്റൽ കാരണം കൊണ്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കൺമഷി എഴുതുന്ന പോലെയും എഴുതി കൊടുക്കാൻ പറ്റും ചെറിയ രീതിയിൽ. കുട്ടികൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതും ഈ ഒരു കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇറിറ്റേഷൻസ്, ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗുണകരമാകുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ട് തന്നെ ഉപയോഗിച്ചു പോരുന്നൊരു കാര്യമാണ് നന്ദ്യാർ വട്ടത്തിൻ്റെ പൂവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, കണ്ണിൻ്റെ മങ്ങൽ മാറ്റാൻ, ചൊറിച്ചില്, കണ്ണിന് ചുട്ടുനീറ്റലിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവർക്കും അതുപോലെ അമിതമായിട്ട് കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ നന്ദ്യാർവട്ടം പൂവ് 1 അല്ലെങ്കിൽ 2 പൂവ് നല്ല രീതിയിൽ ആദ്യം കഴുകിയെടുക്കുക. എന്നിട്ട് അത് തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ നമ്മളത് കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കണ്ണിലേക്ക് ഉറ്റിക്കുന്നത് നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ സ്ട്രെയിൻ മാറാൻ വേണ്ടിയിട്ടും കണ്ണിന് നല്ലൊരു ഫ്രഷ്നെസ് തോന്നാൻ വേണ്ടിയിട്ട്, കൂളിംഗ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ്. പണ്ട് മുതൽക്കേ അത് നമ്മൾ ഉപയോഗിച്ചു പോരുന്ന കാര്യമാണ്. പലരും അത് കണ്ണിൻ്റെ മങ്ങൽ മാറ്റാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നുള്ളത് വിശ്വസിച്ചു പോരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഇറിറ്റേഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുറമേ ഉപയോഗിക്കാൻ കഴിയുന്ന രീതികളും അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന കൂട്ട് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഇതിനോടൊപ്പം തന്നെ ഐ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക. അതുപോലെ പ്രോപ്പറായിട്ട് നമുക്ക് സ്ക്രീൻ സ്പേസ് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.